അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ എക്സാംസിൽ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സാർവത്രിക വോട്ടവകാശം ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പൊ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് തന്നിരുന്നു. ഓപ്ഷൻസിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കാന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും സാർവത്രിക വോട്ടവകാശത്തിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, സാർവത്രിക വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ് നോക്കാം. 1950 ജനുവരി 26-ന് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അന്നാണ് രാജ്യമൊട്ടാകെ സാർവത്രിക വോട്ടവകാശവും നിലവിൽ വന്നത്. ഇനി ഏത് അനുച്ഛേദത്തിലാണ് സാർവത്രിക വോട്ടവകാശത്തെ പരാമർശിച്ചിരിക്കുന്നത്? അനുച്ഛേദം 326-ലാണ് സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ മനസ്സിലാക്കാം. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18-ആയി കുറച്ചത് 1989-ലാണ്. ആരുടെ ഭരണകാലത്തായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തായിരുന്നു വോട്ടിംഗ് പ്രായം 21-ന് 18-ആയിട്ട് കുറച്ചത്. അത് 1989. ഇനി ഈ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വോട്ടിംഗ് പ്രായം 21-ന് 18-ആയിട്ട് കുറച്ചത്. ആ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21-ന് 18-ആയിട്ട് കുറച്ചത്. അപ്പൊ സാർവത്രിക വോട്ടവകാശത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് രാജ്യം ഒട്ടാകെ സാർവത്രിക വോട്ടവകാശം നിലവിൽ വന്നത്. രണ്ട്, പ്രധാനപ്പെട്ട അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 326-ലാണ് സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത നോക്കിയാലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് എവിടെയാണ്? മറ്റൊരിടമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ പറവൂറാണ് 1982-ലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ്. 1982-ല് പറവൂറാണെന്നും കൂടെ ഓർത്തിരിക്കുക. പറവൂരിൽ 1982 പറവൂരിലാണ് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഫാക്ട്സ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.